കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ വെർജീനിയയും കൂട്ടുകാരനും കൂടി താഴ്വരയിലെ കുതിരസവാരിക്ക് പോയി. ഒരു വേലിയിലൊടുക്കി വെർജീനിയയുടെ ഉടുപ്പ് വല്ലാതെ കീറിപ്പോയത് ആരും കാണാതിരിക്കുന്നതിനായി മടക്കത്തിൽ പുറകുവശത്തെ കോണിപ്പടിയിലൂടെ കയറി വരാമെന്ന് അവൾ തീരുമാനിച്ചു. ആ വഴി സാധാരണയായി ആരും ഉപയോഗിക്കുന്നതല്ല. കോണിപ്പടിയുടെ തുടക്കത്തിൽ തിരശ്ശീലകൾ കൊണ്ട് മറച്ച രംഗശാല പോലെ ഉള്ള മുറി പിന്നിട്ട് ഓടുമ്പോൾ അതിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉള്ളിൽ ആരോ ഇരിക്കുന്നത് പോലെയും തോന്നി. ജോലിക്കാരിയാകുമെന്നാണ് കരുതിയത്. എങ്കിൽ ഉടുപ്പ് തയ്ച്ചു തരാൻ പറയാമല്ലോ എന്ന് കരുതി വെർജീനിയ ഉള്ളിലേക്ക് നടന്നു. അത്ഭുതകരമായ കാഴ്ചയാണ് അവൾ കണ്ടത്. അവിടെയിരുന്ന രൂപം കാൻറ്റർവില്ലയിലെ പ്രേതമല്ലാതെ മറ്റാരുമായിരുന്നില്ല. കാറ്റിലാടുന്ന മരങ്ങളെയും പറക്കുന്ന ഇലകളെയും നോക്കി അയാൾ ജനാലക്കരികിലാണ്. നിശാഭരിതമാണോ മുഖം, തല കൈകൾ കൊണ്ട് താങ്ങി ആകെ അവശനായാണിരിപ്പ്. ഒറ്റയോട്ടത്തിന് സ്വന്തം മുറിയിലെത്തി കതകടക്കാനാണ് ആദ്യം വെർജീനിയയ്ക്ക് തോന്നിയത്. പക്ഷേ അത്രയധികം നിരാലംബമായ അവസ്ഥയിലുള്ള അയാളുടെ രൂപം അവളിൽ കരുണയും സ്നേഹവും ജനിപ്പിച്ചു. അയാളെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്ക് തോന്നി. സ്വന്തം നിരാശയിൽ അത്ര കണ്ട് നിമഗ്നനായിരുന്നതുകൊണ്ടും അവളുടെ കാൽവെപ്പ് അത്രയേറെ പതിഞ്ഞതായിരുന്നതുകൊണ്ടും സംസാരിച്ചപ്പോൾ മാത്രമാണ് വെർജീനിയയുടെ സാന്നിധ്യം അയാൾ അറിഞ്ഞത്. ക്ഷമിക്കണേ, നിങ്ങളുടെ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. ഏതായാലും എൻ്റെ സഹോദരന്മാർ നാളെ മടങ്ങിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയാൽ ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? ഞാൻ മര്യാദയ്ക്ക് പെരുമാറണമെന്നോ? തന്നോട് സംസാരിക്കാൻ വന്ന കൊച്ചു പെൺകുട്ടിയെ കണ്ട് അത്ഭുതപ്പെട്ട് പ്രേതം ചോദിച്ചു. തികച്ചും അസംബന്ധം. എനിക്ക് ചങ്ങലക്കിലുക്കാതെ നടക്കാനാവില്ല. താക്കോൽ പഴുതുകളിൽ ഇടറുകയും നിശാസഞ്ചാരം നടത്തുകയും വേണം. ഇതൊക്കെയാണോ മാറ്റമെന്ന് നീ പറയുന്നത്? എൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണിവയൊക്കെ. അല്ല, നിങ്ങൾ എത്ര നീചനാണെന്ന് നിങ്ങൾക്കറിവുണ്ടോ? നിങ്ങൾ ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം ഞങ്ങൾ വന്ന അന്ന് തന്നെ മിസ്സിസ് ഉംനെയ് പറഞ്ഞിരുന്നു. ഞാനും അത് സമ്മതിക്കുന്നു. ശബ്ദത്തിൽ കാഠിന്യമുണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ കുടുംബകാര്യമാണ്. അവർക്കിടയിലെ ഇടപെടേണ്ട കാര്യം നിനക്കില്ല. ആരെയും കൊലപ്പെടുത്തുന്നത് നല്ല കാര്യമല്ല. ഒരു വിശുദ്ധ ഭാവത്തോടെ വെർജീനിയ പറഞ്ഞു. ഈ വക സന്മാർഗത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഭാര്യ ഒന്നിനും കൊള്ളാത്തവളായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. പക്ഷേ ആ കൊലപാതകത്തിൻ്റെ പേരിൽ അവളുടെ സഹോദരന്മാർ എന്നെ പട്ടിണിക്കിട്ട് കൊന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല.